5.5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് സംസ്ഥാനത്തിനുള്ളത്. ഈ വാചകത്തോടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചത്. മലപ്പുറത്ത് ക്യാൻസർ സെന്റർ, വിലങ്ങാടിന് പ്രത്യേക പാക്കേജ്, മിഷൻ സമുദ്ര, കൊച്ചിയിൽ ഫിലിം സിറ്റി, ഗേൾസ് ഫ്രണ്ട്ലി ക്യാമ്പസ് തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. എന്നാൽ ഒരു ചോദ്യമുയരുന്നു, ഇത് വെറും പ്രഖ്യാപനങ്ങളുടെ മാത്രം ബജറ്റാണോ, അതോ കേരളത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു ബജറ്റാണോ ഇത്? സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.5 ലക്ഷം കോടി രൂപയിൽ എത്തിയെന്നാണ് ബജറ്റിന്റെ തുടക്കത്തിൽ തന്നെ സർക്കാർ വ്യക്തമാക്കിയത്. ഇത്ര വലിയ സാമ്പത്തിക ബാധ്യതയ്ക്കിടയിലാണ് പുതിയ പദ്ധതികളും വികസന പ്രഖ്യാപനങ്ങളും സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം സാമ്പത്തിക പരിമിതികൾ ചൂണ്ടിക്കാട്ടിയാണ് ചില പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും ഈ ബജറ്റിൽ നിന്ന് ഉൾപ്പെടുത്താതിരിക്കുന്നത്. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000-ൽ എത്തിക്കുമെന്നത്. എന്നാൽ എല്ലാവരും ഉറ്റുനോക്കിയ ആ പ്രഖ്യാപനം ബജറ്റിൽ കാണാനില്ല. നിലവിലെ 2000 രൂപ പെൻഷൻ തുകയിൽ നിന്ന് 1 രൂപ പോലും വർധനവ് വരുത്തിയിട്ടില്ല. അതുപോലെ വിദ്യാർത്ഥിനികൾക്കായി പ്രതിമാസം 1000 രൂപ നൽകുമെന്ന വാഗ്ദാനവും ബജറ്റിൽ ഇടം നേടിയിട്ടില്ല. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും പ്രതീക്ഷിച്ചിരുന്ന ശമ്പള പെൻഷൻ പരിഷ്കരണവും ബജറ്റിലില്ല. ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിലും പ്രഖ്യാപനമുണ്ടായിട്ടില്ല. ഇവ നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തിന് കൂടുതൽ സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ സന്ദേശങ്ങളിൽ ഒന്ന് കിഫ്ബിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. LDF ഭരണകാലത്ത് വികസനത്തിന്റെ മുഖമായി അവതരിപ്പിക്കപ്പെട്ട കിഫ്ബിയുടെ പ്രവർത്തനം പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കിഫ്ബിയിലൂടെ സംസ്ഥാനത്തിന് നിലവിൽ 56,000 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. ഇതോടെ കിഫ്ബിയുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന സൂചനയാണ് ബജറ്റ് നൽകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനും ബജറ്റിൽ വലിയ പ്രാധാന്യമുണ്ട്. യുവാക്കളുടെ വിദേശ കുടിയേറ്റം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നോളജ് വാലി പദ്ധതിക്ക് 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗ്ലോബൽ ജോബ് ടവർ പദ്ധതിയും പ്രഖ്യാപനത്തിലുണ്ട്. ബജറ്റിലെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്ന് ഭൂമി സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉപയോഗിക്കാത്ത ഭൂമി കണ്ടെത്തി ലാൻഡ് ബാങ്ക് രൂപീകരണം നടത്തുമെന്നാണ് പ്രഖ്യാപനം. എന്നാൽ ഇത് പൊതുഭൂമിയും കൃഷിഭൂമിയും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന ഭൂമി പോലും ഇനി മുതൽ മിച്ചഭൂമി എന്ന ലേബലിൽ കുത്തകകൾക്ക് കൈമാറാനുള്ള വഴിയൊരുക്കുമെന്നാണ് വിമർശിക്കപ്പെടുന്നത്. തീരദേശ വികസനത്തിനായി മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ച പുതിയ സാമ്പത്തിക മേഖലകൾ വികസിപ്പിക്കാനാണ് ലക്ഷ്യം. എന്നാൽ കടൽ തീരങ്ങൾ വിദേശ സ്വദേശി സ്വകാര്യ പങ്കാളിത്തത്തിന് തുറന്നു കൊടുക്കുകയാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. ഇത് സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. കരിമണൽ ഖനന മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരെയും പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ വിലയേറിയ ധാതു സമ്പത്ത് വൻകിട കമ്പനികൾക്ക് കേവലം കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. സ്ത്രീകൾക്കായുള്ള നിരവധി പദ്ധതികളാണ് ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മകൾക്കൊപ്പം സുരക്ഷാ പദ്ധതി, സ്കൂളുകളിൽ സാനിറ്ററി പാഡുകളുടെ ലഭ്യത, കൂടുതൽ വനിതാ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നിയമനം തുടങ്ങി പ്രഖ്യാപനങ്ങൾ നീണ്ടുപോകുന്നു. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് 10 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ പെൻഷൻ വർധന പോലുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മാറ്റിവെച്ചതും കിഫ്ബിയിലെയും ഭൂനയത്തിലെയും നിർണായക ഇടപെടലുകളും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാകുമോ, അതോ ഇത് മറ്റൊരു രാഷ്ട്രീയ ബജറ്റായി മാത്രം മാറുമോ? അതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്.